ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കങ്കുവ കണ്ടു. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഈ വർഷത്തെ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും എനിക്ക് കിട്ടിയത് ഈ വർഷത്തെ വേസ്റ്റ് എക്സ്പീരിയൻസുകളിൽ ഒന്നാണ്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. ശിവയും സൂര്യയും ഒക്കെ ഈ പടം എടുക്കാൻ വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് തോന്നിപ്പോയി. എന്നിട്ട് പ്രമോഷൻ ഇവൻറ്റുകളിൽ വന്ന് തള്ളിമറിച്ചതൊക്കെ എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഒന്ന് രണ്ട് സീനുകൾ ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് ഈ സിനിമയിൽ ഒന്നും തന്നെ ഇഷ്ടമായില്ല. എവിടെയും ഒരു കണക്ഷനും കിട്ടിയില്ല. സൂര്യയുടെ രണ്ട് ക്യാരക്ടേഴ്സ് ആയാലും വില്ലനായാലും മെയിൻ പ്ലോട്ടായിട്ട് വന്ന പാസമായാലും ക്യാമിയോ ആയാലും ഒന്നും തന്നെ വർക്കായിട്ടില്ല. കാട്ടിലെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കൊള്ളാം. BGMും സോങ്സും ഒക്കെ ഓക്കെ ആയിരുന്നു. ഒരു സൂര്യ ചിത്രം തിയേറ്ററിലേക്ക് എത്തിയിട്ട് കുറച്ച് നാൾ ആയതുകൊണ്ട് സൂര്യ ഫാൻസിന് അതിനുവേണ്ടി വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. വേറെ ഒന്നും തന്നെ എനിക്ക് ഈ സിനിമയെപ്പറ്റി പറയാനില്ല. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കുക. 350 കോടിയോളം ബഡ്ജറ്റിൽ വന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ എസ്റ്റിമേറ്റഡ് കളക്ഷനൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇത് 4 കോടി രൂപയോളം സിനിമയ്ക്ക് ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ 7 കോടി രൂപ വരെ കളക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 13 കോടി രൂപയും വേൾഡ് വൈഡ് ആയിട്ട് 45 മുതൽ 50 കോടി റേഞ്ചിൽ വരെ കളക്ഷൻ സിനിമയ്ക്ക് നേടാനായി സാധിച്ചിട്ടുണ്ട്. ഗോട്ട്, വേട്ടയ്യൻ, ഇന്ത്യൻ 2 എന്നീ സിനിമകൾക്ക് ശേഷം 2024 ഹയസ്റ്റ് ഓപ്പണിംഗ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ നേടുന്ന സിനിമയായി സൂര്യയുടെ കങ്കുവ മാറിയിട്ടുണ്ട്. ലോകമെമ്പാടും 6000 സ്ക്രീനുകളിൽ എത്തിയ സിനിമയ്ക്ക് ഹിറ്റാവണമെങ്കിൽ 350 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ ലഭിക്കണം. സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് വെർഡിക്റ്റ് ഒക്കെ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.